തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. ചായ്പൻകുഴി സ്വദേശി സുബ്രനാണ് മരിച്ചത്. ചായ കുടിക്കാനായി വീട്ടിൽ നിന്നും ജംഗ്ഷനിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. ചായ്പൻകുഴി സെന്ററിലേക്ക് ചായ കുടിക്കാൻ വന്ന സുബ്രനെയാണ് ആന ആക്രമിച്ചത്. നാട്ടുകാരാണ് പരിക്കുകളോടെ സുബ്രനെ റോഡിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ ചാലക്കുടിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 5 ആനകളുള്ള കൂട്ടമാണ് മേഖലയിൽ ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്ന് കാലത്ത് അതിദാരുണമായി ചായ കുടിക്കാൻ വന്ന ആളെ ഈ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ഇതിനെതിരെ ഒരു സംവിധാനം ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. കാരണം വന്യമൃഗങ്ങൾ കാട്ടിലാണ് വളരുന്നത്. ഒത്തിരിയോ പൈസ ദൂർത്തടിച്ച് വിനിയോഗിക്കപ്പെടുന്നു. ട്രെഞ്ച് സ്ഥാപിക്കപ്പെട്ട് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങാതെ സംരക്ഷിക്കണം എന്നുള്ളതാണ് നാട്ടിലെ പ്രധാന ആവശ്യം. സംഭവത്തെ തുടർന്ന് ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ സംഘടിച്ചെത്തിയ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഫോറസ്റ്റ് സ്റ്റേഷന്റെയും ജീപ്പിന്റെയും ചില്ലുകളടക്കം നാട്ടുകാർ തകർത്തു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചായ്പൻകുഴി വെട്ടിക്കുഴി ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയാണ് ആക്രമണം ഉണ്ടായത്. 6 മാസം മുൻപ് ചായ്പൻകുഴി ഭാഗത്ത് ഫോറസ്റ്റ് ഓഫീസിന്റെ മതിലിനോട് ചേർന്നുള്ള 500ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.